കിഷൻഗഞ്ചിലെ ജെഡിയു സ്ഥാനാർത്ഥി അക്തറുൽ ഇമാൻ അവസാന നിമിഷം മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മൌലാന അസ്റാറുൽ ഹക്ക് കാസിമിക്ക് വേണ്ടിയാണെന്നും ഇക്കാര്യത്തിൽ ഇടപെട്ടുവെന്നും ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് സമിതി അംഗമായ മൌലാന നിസാമുദ്ദീൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ നീക്കം ബീഹാറിന്റെ സീമാഞ്ചൽ മേഖലയിൽ വൻ പ്രതികരണമാണ് സൃഷ്ടിച്ചത്. അരരിയ, പൂർണിയ, കട്ടിഹാർ മണ്ഡലങ്ങളിൽ ഇതോടെ ബിജെപിയുടെ വിജയസാധ്യത നേർത്തുവരികയാണ്. ജെഡിയുവും കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്ന് നരേന്ദ്രമോദി ആരോപിക്കാനിടയായ നീക്കമായിരുന്നു ഇമാന്റെ പിന്മാറ്റം. और उनको वहां से टिकट मिल गया जहां से मौलाना असरार खड़े, तो हमको लामहल्ला उसमें दखल देना पड़ा और वहां के अवाम को कहना पड़ा कि नहीं का मौलाना असरार को उन्होंने काम भी बहुत किया, ये तो गुस्से में यहाँ से वहां चले गए. ഇമാറത്തു ശരീഅ, ഇദാറ ശരീഅ, ജമിയത്ത് ഉലമായ ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി, ജമിയത്ത് അഹ്ലെ ഹദീസ്, ഷിയ റുവത്ത് ഹിലാൽ കമ്മിറ്റി, മില്ലി കൌൺസിൽ മുതലായ സംഘടനകൾ ചേർന്നാണ് വിജയസാധ്യതയുള്ള മതേതര സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നത്. ഇതുവരെ നടന്ന 2 ഘട്ടങ്ങളിൽ 4 സീറ്റിൽ മാത്രമാണ് ജെഡിയു പോരാട്ടത്തിൽ മുന്നിട്ട് നിന്നതെന്ന് ഇവർ വിലയിരുത്തുന്നു. ശേഷിച്ച സീറ്റുകളിൽ ആർജെഡി കോൺഗ്രസ് സഖ്യത്തിനാണ് സംഘടനകൾ പിന്തുണ നൽകിയത്. അതേസമയം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജെഡിയുവിന് കൂടുതൽ പിന്തുണ നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. सेकुलर पार्टी को जिसी वक्त हम फैसला करते हैं सेकुलर पार्टी के हक में हम वोट डालेंगे, तो इसका मतलब है कि आप नॉन सेकुलर पार्टी को आप डिफीट देने के बाद. സമാനമായ നീക്കത്തിന് യുപിയിലെ മുസ്ലിം സംഘടനകളും ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് ഭാഗികമായാണ് വിജയം കണ്ടത്. പക്ഷേ ബീഹാറിൽ മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ചിത്രം. റഷീദുദ്ദീൻ, മീഡിയ 1.